എന്തൊരു കരച്ചിലാണ് ഈ പാകിസ്ഥാനികളുടേത്. പേടിച്ച് 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 കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു പാകിസ്ഥാനിൻ്റെ ഒരു കൽക്കരി ഖനി, അങ്ങനെ അതിനകത്തേക്ക് ആളുകൾ പോവുകയാണ്, നീണ്ട് പോകുന്നു. ഒരു കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നത് കൽക്കരി ഖനി. ആ ഖനിക്കുള്ളിലാണത്രേ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അസിം മുനീറിനെ കാണാതെ പോയി. എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് ദിവസം അസിം മുനീർ അതിനകത്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നേരോ നുണയോ? ഏതായാലും പാകിസ്ഥാന് പേടിയാണ്, ഗീർവാൺ അടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പറയുന്നത് ഇന്ത്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാൻ പോണേ എന്ന് പറഞ്ഞ് ICBM ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ്റെ അടുത്ത നിലവിളി. എന്താണ് പാകിസ്ഥാൻ ഇത്ര പേടി? അതായത് അവിടുത്തെ സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ സ്ട്രാറ്റജിക് സ്റ്റഡീസ് സിന്ധ് എന്ന് പറഞ്ഞ സംവിധാനം ആണ് ഈ കരച്ചിൽ നിലവിളി. ഇന്ത്യയുടെ ഈ ICBM പദ്ധതി, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, നമുക്ക് അഗ്നിയൊക്കെ ഓൾറെഡി ഉള്ളതാണ്. അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്നാണ്, അമേരിക്കയെ പേടിപ്പിക്കാം എന്ന് വിചാരിച്ചു. അമേരിക്കയെ നമ്മളുമായിട്ട് തെറ്റിക്കുക. അമേരിക്കയ്ക്ക് ഒരു നയമുണ്ടല്ലോ, ഏതെങ്കിലും ആണവ രാജ്യം അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ടാൽ അവർക്കെതിരെ നിൽക്കുക എന്നുള്ളത് ഉപരോധം. കാരണം 5000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെത്തും. അതുകൊണ്ട് അത്തരം മിസൈലുള്ള രാജ്യങ്ങളെ ചെറുക്കുക എന്ന് പറയുന്ന ഒരു നയം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പാകിസ്ഥാൻ ICBM വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു രാജ്യാന്തര മാധ്യമങ്ങളിൽ. അത് ചിലപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുള്ള ഭയത്തിൽ നിന്ന്, ഇല്ല ഇന്ത്യ ഞങ്ങളല്ല അമേരിക്കക്കെതിരെ ഇന്ത്യയാണ് എന്ന് പറയാൻ വേണ്ടി ചെയ്തതുമാകാം. ഇപ്പം പക്ഷേ 5000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ അമേരിക്കയിലെത്തുമോ? അല്ല, 8,000 മുതൽ 16,000 കിലോമീറ്റർ വരെയൊക്കെ ICBM റേഞ്ച് വരുന്നുണ്ട് പാകിസ്ഥാൻ്റെ. അപ്പോൾ നമ്മുടെ അഗ്നി 5 ICBM ആണ്. അത് 8,000 കിലോമീറ്റർ റേഞ്ച്. 8,000 പോരാ പക്ഷെ അമേരിക്കയിലെത്താൻ. അല്ല, അടുത്ത നമ്മുടെ അഗ്നി 6 വരുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന അഗ്നി 6 12,000 കിലോമീറ്റർ ആണ്. അതാണ് അമേരിക്കയെ ലാക്കാക്കി ഇന്ത്യ വികസിപ്പിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഗുണമായിട്ട് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ വലിയ ശക്തിയാണ്, നമ്മൾ അടുത്ത ICBM കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ലോകം അറിയുമല്ലോ. നമ്മുടെ ആരോപണം വഴിയെങ്കിലും നമ്മുടെ വിപണി മൂല്യം കൂടും. അപ്പോൾ അത് പിന്നെ K5 സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ, അതായത് SLBM സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ 8,000 കിലോമീറ്റർ അന്തർവാഹിനിയിൽ നിന്ന് ഇത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മറ്റേ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനും ചൈനയ്ക്കും ഭീഷണി എന്നാണ് ഇതുവരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തിരിച്ചിട്ടാണ് അമേരിക്കയ്ക്ക് ഭീഷണി എന്ന് CISS റിപ്പോർട്ടിൽ പറയുന്നത്. 3 കാര്യങ്ങളാണ് അവരതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അഗ്നി 5. അഗ്നി 5-ന് 1.5 ടൺ ആണവ സ്ഫോടകം അതിൽ വഹിക്കാൻ പറ്റും. 2012 മുതൽ അത് നമ്മൾ പരീക്ഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ പൂർണ്ണമായി MIRV ടെക്നോളജി, അതായത് റീ എൻട്രി, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന, അതാണ് MIRV ടെക്നോളജി എന്ന് പറയുന്നത്. 2024 മാർച്ചിൽ നമ്മൾ അവസാന പരീക്ഷണമൊക്കെ നടത്തിയതാണ്. അത് ചൈനയെ മൊത്തം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ചൈനയിലെ ഏത് മേഖലയും അതിൻ്റെ പരിധിയിൽ വരും. യൂറോപ്പിൻ്റെ കുറച്ച് ഭാഗവും വരും അതിൻ്റെ ഈ റേഞ്ച് വെച്ചിട്ട്. ഇനി ഈ പാകിസ്ഥാൻ പറയുന്ന അഗ്നി 6 അമേരിക്ക മൊത്തം വരും. പിന്നെ അതിൻ്റെ അകത്ത് 10 MIRV ഈ റീ എൻട്രി 10 ബാർ ഹെഡ് സ്ഫോടകങ്ങൾ അതിൽ പിടിപ്പിക്കാൻ പറ്റും, ആ മിസൈലിൽ വഹിക്കാൻ പറ്റും. DRDO അതിൻ്റെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നമ്മൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ചിലപ്പോൾ വിവരമായിരിക്കാം പാകിസ്ഥാൻ വഴി നമുക്കിത് പറയാൻ കഴിയുന്നത്. 3-മത്തേത് K5 അരിഹന്ത് ക്ലാസ് ഈ സബ്മറൈനിലെ അന്തർവാഹിനികളിൽ വഹിക്കാനുള്ളതാണ്. 5000 മുതൽ 8,000 കിലോമീറ്റർ വരെ റേഞ്ച്. ഇന്ത്യ സമുദ്രത്തിൽ നിന്നാണത് പ്രയോഗിക്കാൻ കഴിയുക.
അപ്പോൾ 2024 ഡിസംബർ 19 അമേരിക്ക 4 പാകിസ്ഥാൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ കൊല്ലം ഡിസംബർ 19 പാകിസ്ഥാൻ ഇത്തരം പരിപാടികൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാൻ്റെ 4 കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത്. ഇത് നമുക്കെതിരെയും തിരിക്കണം എന്നാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മാത്രം മുടിഞ്ഞാൽ പോരാ, നീയും അതാണ്. അപ്പോൾ ലാർജ് ഡയമീറ്റർ സോളിഡ് റോക്കറ്റ് മോട്ടോർസ്, ഈ മോട്ടോറുകൾ വലിയ വ്യാസമുള്ള സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾ ഉണ്ടാക്കുന്ന 4 കമ്പനികൾക്കായിരുന്നു ഉപരോധം. എന്ന് പറഞ്ഞാൽ ICBM പാകിസ്ഥാൻ വികസിപ്പിക്കുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാം. ആ മോട്ടോർ ഉണ്ടാക്കുന്ന 4 പാകിസ്ഥാൻ കമ്പനികൾക്ക് 10,000 കിലോമീറ്റർ റേഞ്ച് വരുന്ന ICBMനുള്ള മോട്ടോറുകളാണ്. അപ്പോൾ അമേരിക്കയുടെ ഡെപ്യൂട്ടി NSA ജൊനാഥൻ ഫൈനർ അന്ന് പറഞ്ഞിരുന്നു ഇത് എമർജിങ് ത്രെട്ട് എന്ന് പറഞ്ഞിരുന്നു. ഉടനെ പാകിസ്ഥാനിൽ നിന്നുണ്ടായി വരുന്ന ഭീഷണിയാണിത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫോറിൻ അഫയേഴ്സ് എന്ന് പറഞ്ഞ മാധ്യമത്തിൽ, വളരെ ആദരണീയമായ മാധ്യമമാണ്, അതിൽ പാകിസ്ഥാൻ ICBM വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അമേരിക്കയിൽ വലിയ ഉത്കണ്ഠ. അതാണ് നേരത്തെ തന്നെ അവർ 4 കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും വ്യക്തമായത്. അപ്പോൾ അത് ആണവ മിസൈലായിരിക്കും. പാകിസ്ഥാൻ്റെ സെൽഫ് ഗൈഡഡ് ആണ്. ന്യൂക്ലിയർ വാർഹെഡ് അതിനുണ്ടാവും. ദീർഘദൂരം 5500 കിലോമീറ്റർ മുതൽ റോക്കറ്റ് പവർ ചെയ്യുന്നതാണ്. റോക്കറ്റ് ഇതിൻ്റെ ലോഞ്ച് പവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പവർ ഇല്ലാതെയാണ് അത് പോവുക. പരമാവധി 7000 മുതൽ 16,000 കിലോമീറ്റർ വരെ എത്തും. ലോകത്തെവിടെയും അതിന് ആക്രമണം നടത്താം. അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്, ഭൂഗർഭ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അയക്കാം, ട്രക്കുകളിൽ നിന്ന് ചെയ്യാം, മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് ചെയ്യാം, അന്തർവാഹിനികളിൽ നിന്നും ചെയ്യാം, കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ചെയ്യാവുന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഒരു ആണവ ശത്രുവായിട്ട് അമേരിക്ക പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതാണ് തിരിച്ച് ഞങ്ങൾ മാത്രമല്ല ഇന്ത്യയും കൂടി എന്നവർ വരുത്തുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ അവകാശവാദം ഇന്ത്യയെ തടയാൻ എന്നുള്ളതാണെങ്കിലും അമേരിക്കൻ ഇൻ്റലിജൻസ് ഇത് ഭാവിയിൽ ഇന്ത്യയുമായൊരു സംഘർഷം പാകിസ്ഥാൻ ഉണ്ടായാൽ അമേരിക്ക ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് ഭാവി സംഘർഷം ലാക്കാക്കി ഈ ICBM പാകിസ്ഥാൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളിൽ, അമേരിക്കയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ 1970കളിലാണ് മറ്റേ അവർ ഈ ആണവായുധങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാൻ 1974 മെയ്യിൽ നമ്മുടെ ആണവ പരീക്ഷണം വിജയകരമായി നടന്നു. 1998 മെയ്യിൽ നമ്മുടെ രണ്ടാമത്തെ പൊക്രാൻ 2 കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ 6 ആണവ സ്ഫോടന പരമ്പര ബലൂചിസ്ഥാനിലെ ചഗായ് മലയിലും ഒക്കെ ചെയ്തത്. പിന്നെ കുറച്ച് മാറിയുമൊക്കെ. ഇപ്പം 170 അണുബോംബുണ്ടെന്ന് പറയപ്പെടുന്നു. ഉണ്ടായിരുന്നു. കുറേ ചിലപ്പോൾ അമേരിക്കയുടെയും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ 8 രാജ്യങ്ങൾക്കുണ്ട് ICBM. അമേരിക്ക, ചൈന, ഫ്രാൻസ്, ഇസ്രയേൽ, റഷ്യ, ഇന്ത്യ, UK, കൊറിയ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ചൈന ഈയിടെ കടലിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. 2024 മാർച്ചിൽ കടലിൽ 2024 കൊറിയ പുത്തൻ ICBM ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 86 മിനിറ്റ് പറന്നു എന്നാണ് കിഴക്കൻ തീരത്ത് കൊറിയയുടെ. ഏതായാലും പാകിസ്ഥാൻ നിലവിളിക്കട്ടെ. നമ്മൾ ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ നമ്മുടെ ഭരണകർത്താക്കൾ തീരുമാനിച്ചോളൂ. നമുക്ക് ICBM ഉണ്ട്. അല്ല, ഈ പറയുന്ന റേഞ്ചിലുള്ളത് 16,000 കിലോമീറ്റർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.